യുദ്ധങ്ങൾക്ക് ഒരു അവസാനവുമില്ലാതെ ഇപ്പോൾ യുദ്ധം ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഏത് സമയം വേണമെങ്കിലും രാജ്യത്ത് ഇന്ധനത്തിന് ചെറിയൊരു പ്രശ്നം ഉണ്ടാകാനുള്ള സാഹചര്യമുണ്ട്. അതുകൊണ്ടാണ് ഇലക്ട്രിക് സ്കൂട്ടറിലേക്ക് മാറാനും അതോടൊപ്പം തന്നെ ഈ പെട്രോളിന് പകരം എത്തനോൾ അത് വ്യാപകമായിട്ട് ഉപയോഗിക്കാനുമൊക്കെയുള്ള ഒരു നിർദ്ദേശം കേന്ദ്ര സർക്കാർ നൽകുന്നത്. നിലവിൽ ഒരു രാജ്യത്തിന്റെ പ്രധാനമന്ത്രി എന്ന നിലയിൽ രാജ്യത്തിന്റെ സാമ്പത്തിക കാര്യങ്ങളെക്കുറിച്ച് ഒരു പ്രധാനമന്ത്രി എപ്പോഴും വളരെ രീതിയിലൊരു ചിന്താകുലനായിരിക്കണം, അല്ലെങ്കിൽ ആശങ്ക ഉള്ള ഒരു വ്യക്തിയായിരിക്കണം. അല്ലാതെ രാഹുൽ ഗാന്ധിയെ പോലെ പ്രതിപക്ഷ നേതാവ് എന്ന നിലയിൽ ഒരു തരത്തിലുമുള്ള ഒരു ഉത്തരവാദിത്വം ചെയ്യാതെ തേരാപ്പാല ഇങ്ങനെ സ്കൂബ ഡൈവിംഗ് ഒക്കെ ചെയ്ത് നടക്കുന്ന ഒരു വ്യക്തിയാകാൻ പാടില്ല. അതുകൊണ്ടാണ് നരേന്ദ്രമോദിയുടെ ടീമും 24 മണിക്കൂറും ഇങ്ങനെ വലിയ രീതിയിൽ ജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കാത്ത തരത്തിൽ എങ്ങനെയൊക്കെ നിർണായകമായ തീരുമാനങ്ങൾ എടുക്കാൻ പറ്റും, അതിന് എങ്ങനെയൊക്കെ ഒരു പരിഹാരം കാണാൻ പറ്റും എന്ന രീതിയിൽ ഇപ്പോൾ ചർച്ച നടത്തുന്നത്. അതായത് പശ്ചിമേഷ്യൻ പ്രതിസന്ധികൾക്കിടെ തന്റെ സാമ്പത്തിക കാര്യ ഉപദേശക സമിതി അംഗങ്ങളുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഒരു കൂടിക്കാഴ്ച നടത്തിയിരിക്കുകയാണ്. ആഗോളതലത്തിലുള്ള ഈ പ്രതിസന്ധി ഘട്ടത്തിൽ രാജ്യത്തിന്റെ സാമ്പത്തിക വളർച്ചയ്ക്ക് അനിവാര്യമായുള്ള നടപടികൾ സ്വീകരിക്കാൻ പ്രധാനമന്ത്രി തന്റെ സാമ്പത്തിക കാര്യ സമിതിക്ക് നിർദ്ദേശം നൽകി കഴിഞ്ഞിരിക്കുന്നു. ജനങ്ങളുടെ ജീവിത സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തുന്നതിനും ബിസിനസ് ചെയ്യുന്നത് എളുപ്പമാക്കുന്നതിനും വേണ്ടിയുള്ള വിവിധ പരിഷ്കാരങ്ങളും ചർച്ച ചെയ്തിരിക്കുകയാണ്. പശ്ചിമേഷ്യൻ സംഘർഷം ഇന്ത്യയിലും ലോകത്തിലും ഉണ്ടാക്കുന്ന സ്വാധീനത്തെക്കുറിച്ചുള്ള തങ്ങളുടെ വിലയിരുത്തലുകളും EAC അംഗങ്ങൾ പ്രധാനമന്ത്രിയെ ധരിപ്പിച്ചിരിക്കുകയാണ്. പശ്ചിമേഷ്യൻ പ്രതിസന്ധി ഇന്ത്യയിലും ആഗോളതലത്തിലും വരുത്തിവെക്കാനുള്ള പ്രത്യാഘാതങ്ങൾ സമിതി വിലയിരുത്തിയിരിക്കുകയാണ്. പ്രധാന ആശങ്കകളായ ഊർജ്ജ വിപണി, അതോടൊപ്പം തന്നെ വിതരണ ശൃംഖല, പണപ്പെരുപ്പം എന്നിവ മൂലം ഉണ്ടാകാൻ സാധ്യതയുള്ള വലിയ രീതിയിലുള്ള സംഘർഷങ്ങൾ, അതോടൊപ്പം തന്നെ ആഘാതങ്ങൾ സമിതി ഇന്ന് പ്രധാനമന്ത്രിയുമായി കൂടിക്കാഴ്ചയിൽ ചർച്ച ചെയ്തിരിക്കുകയാണ്. ആഭ്യന്തര സാമ്പത്തിക പ്രവർത്തനങ്ങൾ ശക്തിപ്പെടുത്തുന്നതിനും നിക്ഷേപത്തെ പിന്തുണയ്ക്കുന്നതിനും ഉൽപാദനക്ഷമത വർദ്ധിപ്പിക്കുന്നതിനും ബിസിനസ്സുകൾക്ക് കൂടുതൽ അനുകൂലമായ അന്തരീക്ഷം സൃഷ്ടിക്കുന്നതിനും സഹായിക്കുന്ന നടപടികളെക്കുറിച്ചും കൗൺസിൽ ചർച്ച ചെയ്തു. ഊർജ്ജ വിതരണത്തിലെ അനിശ്ചിതത്വം വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിലും ഇന്ത്യ ഉൾപ്പെടെയുള്ള പ്രധാന ഇറക്കുമതി രാജ്യങ്ങളിൽ അതിന്റെ പ്രത്യാഘാതങ്ങൾ ഉണ്ടാകുന്ന ആശങ്കയിലും മേഖലയിലെ സംഭവ വികാസങ്ങൾ സർക്കാർ സൂക്ഷ്മമായി നിരീക്ഷിച്ചു വരികയാണ്. ആ ഒരു സമയത്താണ് പ്രധാനമന്ത്രിയുടെ നേതൃത്വത്തിൽ ഈ സുപ്രധാനമായ ഒരു ചർച്ച നടക്കുന്നത്. കഴിഞ്ഞ ദിവസം ലോക പരിസ്ഥിതി ദിനത്തോടനുബന്ധിച്ച് ഗുജറാത്തിലെ സൂറത്തിൽ വെച്ച് നടന്ന സമ്മേളനത്തിൽ COVID-19 മുതൽ ലോകം നേരിടുന്ന പ്രതിസന്ധികളെക്കുറിച്ച് നരേന്ദ്രമോദി ഒരു വിശദീകരണം നൽകുകയും ചെയ്തിരുന്നു. മഹാമാരിക്ക് പുറമെ യുദ്ധങ്ങളും ഊർജ്ജ മേഖലയിലെ പ്രതിസന്ധിയും മറ്റു പ്രശ്നങ്ങളും നേരിടുന്ന ഈ ദശകത്തെ ദുരന്തങ്ങളുടെ ദശകമായിട്ടാണ് പ്രധാനമന്ത്രി വിശേഷിപ്പിക്കുന്നത്. ഇന്ധന വിലയിലെ ചാഞ്ചാട്ടവും ആഗോള ഊർജ്ജ വിതരണ ശൃംഖലകളിലെ സമ്മർദ്ദവും ലോകമെമ്പാടുമുള്ള സമ്പദ് വ്യവസ്ഥയെ ബാധിക്കുന്നുണ്ടെന്നാണ് പ്രധാനമന്ത്രി ചൂണ്ടിക്കാട്ടുന്നത്. ഈ വെല്ലുവിളികൾക്കിടയിലും കൂട്ടായ ദേശീയ ശ്രമങ്ങളിലൂടെ ഇന്ത്യ പ്രതിരോധശേഷി പ്രകടിപ്പിച്ചിട്ടുണ്ടെന്നും വളർച്ചാധിഷ്ഠിത നയങ്ങൾ പിന്തുടർന്നത് തുടർന്നു വരികയാണെന്നും പ്രധാനമന്ത്രി പറയുന്നുണ്ട്. യുദ്ധമുണ്ടായാലും അതിൽ നിന്നും തോറ്റു പിന്മാറുന്ന ഒരു ചരിത്രം ഇന്ത്യക്കില്ല എന്നും ഇത് ഒരു പുതിയ ഭാരതമാണെന്നും അതിനുവേണ്ട പരിഹാരങ്ങൾ നമ്മൾ കണ്ടുപിടിക്കും, അതിനുവേണ്ടി ജനങ്ങൾ ഒറ്റക്കെട്ടായിട്ട് നിൽക്കണമെന്നാണ് പ്രധാനമന്ത്രി പറയുന്നത്. ഊർജ്ജ മേഖലയിലും നിർണായക മേഖലകളിലും സ്വാശ്രയത്തിന് പ്രാധാന്യം, അല്ലെങ്കിൽ അതിന്റെ ഒരു പ്രാധാന്യം പ്രധാനമന്ത്രി മോദി ആവർത്തിച്ച് അടിവരയിട്ട് പറയുകയാണ്. ആഗോള തടസ്സങ്ങൾ, ബാഹ്യ ആശ്രിതത്വത്തിൽ നിന്ന് ഉണ്ടാകുന്ന ദുർബലതകൾ അത് കുറയ്ക്കേണ്ടതിന്റെ ആവശ്യകതയെ എടുത്തു കാണിക്കുന്നുവെന്നാണ് അദ്ദേഹം പറയുന്നത്. യുദ്ധം കാരണം വിതരണ മേഖലയിൽ ഉണ്ടാകുന്ന തടസ്സങ്ങൾ കാരണം വിലക്കയറ്റം ഉണ്ടായേക്കാം. ആവശ്യം നിയന്ത്രിക്കുക മാത്രമാണ് ഇതിനെ പ്രതിരോധിക്കാനുള്ള വഴി. വിദേശ നാണയ ശേഖരത്തിൽ നിന്ന് ഇന്ത്യ ആവശ്യമുള്ള അത്ര ഫണ്ട് ഉപയോഗിക്കുന്നുണ്ടെന്നും UAEയുമായുള്ള പുതിയ വ്യാപാര കരാറുകൾ ദീർഘകാല ഊർജ്ജ സുരക്ഷയ്ക്ക് കരുത്താകുമെന്നും സമിതി പ്രത്യാശ പ്രകടിപ്പിക്കുന്നുണ്ട്. പുതിയ പരിഷ്കാരങ്ങളിലൂടെ ഈ പ്രതിസന്ധിയും രാജ്യം മറികടക്കുമെന്നാണ് സാമ്പത്തിക വിദഗ്ധരുടെ വിലയിരുത്തൽ.